വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീട്ടമ്മമാരുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു തലവേദന എന്താണെന്ന് വെച്ചാൽ പാചകം ചെയ്യലൊന്നല്ല കേട്ടോ. നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ ബാത്റൂമുകളായാലും അതുപോലെ വാഷ് ബേസിനായാലും നമ്മൾ ഫ്ലോർ ആയാലും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏതൊരു വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദന. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഫ്ലോർ ആയാലും വാഷ് ബേസിനായാലും പാത്രങ്ങളായാലും ടോയ്ലറ്റൊക്കെ ആയാലും എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ലിക്വിഡ് വാഷിംഗ് ക്ലീനറും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ലിക്വിഡിൽ നിന്ന് 1-2 തുള്ളി എടുത്തിട്ട് നമ്മൾ വാഷ് ബേസിനിലൊക്കെ ഒന്ന് ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. നല്ല വൃത്തിയായിട്ടിരിക്കും. വല്ല മഞ്ഞക്കറയോ അതുപോലെ തന്നെ ബ്ലാക്ക് കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമ്മൾ വാഷ് ബേസിൻ കഴുകാൻ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്ക് പാത്രങ്ങൾ കഴുകാൻ, നമ്മളെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളായാലും മറ്റുള്ള പാത്രങ്ങളായാലും നല്ല പള മിന്നും അത്രയും നല്ലൊരു ലിക്വിഡാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്ന് 1-2 തുള്ളി എടുത്തതിന് ശേഷം നമ്മൾ കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1-2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടോ പാത്രങ്ങൾ തേച്ചൊരച്ച് കഴുകി എടുക്കാവുന്നതാണ്. നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ എപ്പോഴും നമ്മൾ സോപ്പിലോ എക്സോ അതുപോലെ തന്നെ വിം ബാറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എപ്പോഴും തൊട്ടിട്ട് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സിങ്കിലേക്ക് ഈ പാത്രങ്ങൾ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2-3 തുള്ളി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതിന് ശേഷം നമുക്ക് സിങ്ക് കഴുകാനും ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാം. വളരെ നല്ലൊരു ലിക്വിഡാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള ലിക്വിഡ് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നീട് ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാത്രം കഴുകാനായാലും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ കഴുകാനായാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഒരാഴ്ചത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാഷ് ബേസിനും കഴുകിയതും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രം കഴുകിയതൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫ്ലോർ ക്ലീനിങ് ലിക്വിഡാണ്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ പണച്ചെലവൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ലിക്വിഡാണ് കേട്ടോ. ഇത് നല്ല ഗുണമേന്മയുള്ള ഒരു ലിക്വിഡാണ്. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കുക. അതിനുശേഷം അതിലേക്ക് 1-2 തുള്ളി ക്ലീനിങ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട്, നോർമൽ വാട്ടറാണ് കേട്ടോ, ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ അത് നീക്കി വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ ഒരു കുപ്പിയിൽ ഒരു 1/4 കുപ്പിയോളം വെള്ളം, നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ, ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 രൂപയുടെ കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ലിക്വിഡും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലായിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലൊരു ക്ലീനിങ് ലിക്വിഡാണിത്. അതുപോലെ തന്നെ നമ്മളെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ലൊരു ലിക്വിഡാണ്. അത്യാവശ്യത്തിന് മണം ഉണ്ടാവും. 5 രൂപയുടെ ഒരു കംഫർട്ട് കൊണ്ട് നമുക്ക് 1 ലിറ്ററോളം ക്ലീനിങ് ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്ലോറൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നല്ല തിളക്കമുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ആയാലും ബാത്റൂം ആയാലും നല്ല വൃത്തിയാക്കി എടുക്കാൻ ഈ ഒരു ക്ലീനിങ് ലിക്വിഡ് 1-2 തുള്ളി ഉണ്ടായാൽ മതി. നമ്മളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ പണച്ചെലവ് എന്തിനാണെന്ന് വെച്ചാൽ വാഷിംഗ് പൗഡർ വാങ്ങിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനറൊക്കെ വാങ്ങിക്കാനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്കൊരു മാസം പണച്ചെലവ് ഉണ്ടാവുക അല്ലേ. അരിയൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് നമുക്ക് ഈ ഒരു ക്ലീനിങ് ലിക്വിഡുകളൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 5 രൂപയുടെ ഒരു ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടെങ്കിൽ നമുക്ക് 1 ലിറ്ററോളം 1.5 ലിറ്ററോളം നമുക്ക് ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന വെള്ളത്തിൽ 1-2 തുള്ളി ഒറ്റിച്ചതിന് ശേഷം നന്നായിട്ട് ഒറ്റ പ്രാവശ്യം തുടച്ചെടുത്താൽ മതി. നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ ഫ്ലോറൊക്കെ. അതുപോലെ തന്നെ പ്രാണികളും ഉറുമ്പൊന്നും വരില്ല നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചത് കൊണ്ട്.